കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും പലർക്കും ഫീൽ ചെയ്യുന്ന കുറച്ച് വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയാം, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് നമ്മളെന്ന് വിചാരിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ. ഛർദ്ദിക്കുന്നതും തലറങ്ങി വീഴുന്നതുമായിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒക്കെ കൊണ്ടുണ്ടാകുന്ന പല മാറ്റങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക് ഇല്ലാതെയായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ഞാൻ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ളതും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ബ്ലഡ് പോകുന്നതിൻ്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് പലർക്കും ചാൻസ് ഉണ്ട്. ചിലർക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന സിറ്റുവേഷനും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഒക്കെ കൊണ്ടിട്ട് പലർക്കും ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇറഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നവർക്ക് ഇറഗുലർ ആയിട്ട് തന്നെ ഡേറ്റിൽ തന്നെ കൃത്യം ഓവുലേഷൻ വരാതിരിക്കുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റിലായിരിക്കും ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതറിയാതെ നിങ്ങൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചോര കൂടുതൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയുന്ന പ്രഗ്നൻസി ലക്ഷണത്തിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. നമുക്ക് സാധാരണയായിട്ട് പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് സെമൻ ലീക്കേജ് കുറച്ച് പുറത്തേക്ക് പോരാറുണ്ട്. നോർമലി നമുക്ക് അകത്തേക്ക് മില്യൺസ് ഓഫ് സെമൻസ് പ്രവേശിച്ചു കഴിഞ്ഞാലും കുറച്ചധികം അതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ വെച്ച് തന്നെ നശിച്ചിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് സെമൻ പുറത്തേക്ക് വരുന്നത് തീർത്തും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും നിങ്ങളുടെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് അകത്തേക്ക് മറ്റൊന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗർഭാശയ മുഖം അഥവാ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഇത് ക്ലോസ്ഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വജൈനൽ ഡിസ്ചാർജിൻ്റെ അളവ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വജൈനൽ ഡിസ്ചാർജിനോടൊപ്പം നമുക്ക് മിക്സ് ആയിട്ട് വരുന്നത് ഈ സെമൻ കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഡിസ്ചാർജ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ട് കൂടി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചില ആളുകൾക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് കാരണമാകുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും യൂട്രസിൻ്റെയും സെർവിക്സിൻ്റെയും ഒക്കെ കണ്ടീഷൻ ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്ട് നമ്മൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. പക്ഷേ ഒരു മെൻ്റൽ റിലീഫിന് വേണ്ടിയിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിൽ സെമൻ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. കഴിവതും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫിസിക്കൽ കോൺടാക്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും ഒരു പർട്ടിക്കുലർ പീരീഡ് വരെയും നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അൺലെസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രഗ്നൻസി ത്രൂ ഔട്ട് കോൺടാക്ട് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് വായയിൽ ഉമിനീര് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. ടൈലിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൊണ്ടാണ് ഇതിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു വായിൽ നിന്ന് കൂടുതൽ ഉമിനീര് വരുന്നത്. നോർമലി നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് നമ്മളിങ്ങനെ വിഴുങ്ങി പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചും മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളുമാണ് നിങ്ങൾക്ക് ഈ ഒരു ഉമിനീര് പ്രൊഡക്ഷൻ കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ റീസൺ ആണ് നമുക്കുണ്ടാകുന്ന ഹാർട്ട് ബേൺ. നമുക്ക് കൂടുതലായിട്ടും നെഞ്ചരിച്ചിലുണ്ടാകുന്ന സമയത്ത് അതുപോലെയുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകും. അടുത്തൊരു റീസൺ ആണ് വോമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. നോഷ്യ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഉമിനീര് വായിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരം മൊത്തം തളരുന്നത് പോലെ തോന്നും. എങ്ങനെയെങ്കിലും ഒന്ന് വോമിറ്റ് ചെയ്താൽ മതി എന്നുള്ള സിറ്റുവേഷൻ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ആ ഒരു ഉമിനീര് കൂടുതലായിട്ട് വായയിൽ ഉണ്ടാകുന്നത് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക. ഇറിറ്റേഷൻ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ വായിൽ മോണയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴേക്കൊക്കെയാണ് ഇത്തിരി കൂടുതലായിട്ടും ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ഈ വായിൽ ഉണ്ടാകുന്ന ഉമിനീര് ഗ്രന്ഥി കൂടുതലായിട്ടും ഉമിനീര് പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ആവുകയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് സംഭവിക്കുന്നത് പല്ലിൽ കേട്, മറ്റുള്ള മോണയിൽ വീക്കം, അങ്ങനെയുള്ള വായിൽ ടേസ്റ്റിന് വ്യത്യാസം, അതായത് മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വായിൽ ഉണ്ടാകും.
മെറ്റാലിക് ടേസ്റ്റ് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പലർക്കും ഉണ്ടാകുന്നതാണ്. ഒരു കൊയിനോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്ത് കടിച്ചു കഴിയുമ്പോൾ നമുക്ക് വായിൽ ഉണ്ടാകുന്ന ഒരു സെൻസേഷൻ ഇല്ലേ, ആ ഒരു സെൻസേഷൻ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ സെൻസേഷൻ നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ, ആ ഒരു സിറ്റുവേഷൻ വായിൽ ഉണ്ടാകുമ്പോഴേക്കും കൂടുതലും ഉമിനീര് ഗ്രന്ഥി കൂടുതൽ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തേതാണ് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുക. സാധാരണയായിട്ടും ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അതായത് ചിലർക്ക് ഉറങ്ങാനായിട്ട് ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും, സറൗണ്ടിങ്സ് മൊത്തം ചൂട് പോലെ നമുക്ക് തോന്നും, നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ ചിലർക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ കൊണ്ടും ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ഒരുപാട് വീഡിയോസിൽ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം കുടിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമുണ്ട്. ഒരു സൂര്യാസ്തമനം അടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നും. രാത്രിത്തെ ഉറക്കം കെടുത്തിക്കൊണ്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. ഉറക്കം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡായി പോകും, പ്രഗ്നൻസി സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറ്റി വെക്കുക. ഏകദേശം സൂര്യാസ്തമനം വരെയൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും 3 ലിറ്റർ ആ സമയത്തിനുള്ളിൽ കുടിച്ച് തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് സ്ലീപ്പ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ. നിങ്ങൾ ഉറങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപായിട്ട്, 1 മണിക്കൂറൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ദെൻ റിലാക്സ് ആയിട്ടിരുന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നിങ്ങൾ ഇരിക്കുക. ചിലവരൊക്കെ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മുതൽ ടെൻഷനാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം മുതൽ ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് കൂട്ടും, ഇത്തവണ പോസിറ്റീവ് ആകുമോ, എന്ത് ചെയ്യും, എന്ത് പറയും, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, മരുന്ന് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തുള്ള ജോലി സ്ഥലത്തെ ടെൻഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ വരും. ചിലർക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ഉറക്കം അങ്ങോട്ട് ആയി പോകുന്നവരുണ്ട്. മറ്റു ചില ആളുകൾ ഈ ചിന്ത കൂടിക്കഴിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം പോസിറ്റീവ് തോട്ട് മൈൻഡിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ടുകളൊക്കെ കേട്ട് റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വായിക്കാനായിട്ട് നിൽക്കുക. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉറക്കം വരാനായിട്ടും ചാൻസ് കൂടുതലാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ വയറിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. വയറ് ഭയങ്കര കല്ലച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് ഹാർഡായിട്ടുള്ള ഒരു ബെല്ലി, അങ്ങനെയാണ് ഈ കണ്ടീഷനെ പറയുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞ് യൂട്രസിനകത്തേക്ക് എത്തി അത് എക്സ്പാൻഡ് ആവാനായിട്ടും വളരാനായിട്ടൊക്കെ, യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ടും കുഞ്ഞ് വളരാനായിട്ടും തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇത് പേശികളെ പുഷ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം യൂട്രസിന് എക്സ്പാൻഡ് ആവണമല്ലോ. നമ്മളിപ്പോൾ കൈയുടെ മുഷ്ടി നല്ലപോലെ ചുരുട്ടി പിടിച്ചിട്ട് അത് ബലം പിടിച്ച് നമ്മളൊന്ന് തുറക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫോഴ്സും ഒരു എനർജിയും ഒക്കെ, ആ ഒരു പ്രഷറൊക്കെ എന്ന് പറയുന്നത് പുറത്തേക്കാണല്ലോ പോകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവുന്ന സമയത്തും ഉണ്ടാകുന്ന മാറ്റം. നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോഴേക്കും യൂട്രസ് ഒട്ടും എക്സ്പാൻഡ് ആവട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ എക്സ്പാൻഷൻ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രഷർ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ വയറിൽ തൊടുന്ന സമയത്ത് അവിടെ ഭയങ്കര ഹാർഡായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മെജോറിറ്റി ആളുകൾക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു പോർഷനിലാണ് ഈ ഹാർഡായിട്ടുള്ള ബെല്ലി തുടക്കത്തിലേ കാണുന്നത്. മറ്റു ചില ആളുകൾക്ക് വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ വയറ് ചുറ്റുമുള്ള ഭാഗത്ത്, അതായത് നമ്മുടെ ബ്രസ്റ്റിന് നേരെ താഴെയുള്ള പോർഷനും അരക്കെട്ടിന് മേലുള്ള പോർഷനും അത്രയും ഭാഗം മൊത്തം ഹെവി ആയിട്ട് തോന്നും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഏത് പോർഷനിലാണോ ഇംപ്ലാന്റേഷൻ നടന്നത് ആ ഭാഗത്തായിരിക്കും ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുഞ്ഞ് വളർന്ന് അങ്ങ് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലക്ഷണം കാണുന്നത് ആ ഭാഗത്തായിരിക്കും. പൊക്കിളിൻ്റെ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ആയിരിക്കും ഈ ഒരു മാറ്റം കൂടുതലായിട്ടും ഉണ്ടാവുന്നത് കേട്ടോ. അടുത്ത പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് നിന്ന് പൾസേഷൻ കൂടുതലായിട്ട് കിട്ടുക. നമുക്ക് മിടിപ്പ് കൂടുതലും വരുന്നത് നമ്മുടെ ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഗത്താണ്. അതുപോലെ ചിലർക്ക് കൈയുടെ ഭാഗത്തോ കാലിൻ്റെ ഭാഗത്തോ ഒക്കെ ചിലപ്പോൾ ഒരു മിടിപ്പ് ഫീൽ ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് പോകുന്നത് പോലെ നിങ്ങൾക്ക് ആ ഹൃദയമിടിപ്പ് പോലെ തന്നെ മിടിപ്പ് അനുഭവപ്പെടാം. സാധാരണയായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ ആ ഒരു ലോവർ പോർഷനിൽ ഒരു മിടിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, ഒരു പൾസേഷൻ ഉണ്ടാവുന്നുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും കുഞ്ഞിലേക്ക് കൂടുതൽ ന്യൂട്രീഷൻ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ആകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ സൈഡിലുള്ള രക്തക്കുഴലുകളൊക്കെ നല്ലതുപോലെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ഫോഴ്സിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല അവയവങ്ങളിലും ഇൻക്ലൂഡിങ് നിങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വേദനകളല്ല, ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പൾസേഷൻ പോലുള്ള ഒരു ഫീലിംഗ് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
ഫുഡ് കഴിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസിയുടേതാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ഫുഡ് ദഹിക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെയും കൂടി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി പ്രഗ്നൻസി പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ലക്ഷണം കണ്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HCG ഹോർമോണിൻ്റെ വാല്യൂ ചിലപ്പോൾ അത്രത്തോളം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നേരത്തെ കൂട്ടി അറിയണമെന്നുള്ള ആളുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കൃത്യമായിട്ട് കിട്ടും. പക്ഷേ വെയിറ്റ് ചെയ്യാനായിട്ട് പ്രശ്നമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റിൻ്റെ അന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.